ഹായ് ഓൾ. മിറക്കിൾ മോർണിംഗ് പ്രാക്ടീസിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യാമെന്നത് റീഡിംഗ് ആണ്. അതായത് വായിക്കാനറിയാത്ത ഒരാളേക്കാൾ ഒട്ടും മെച്ചമല്ല വായിക്കാത്ത ഒരാൾ. വ്യായാമം ശരീരത്തിന് എന്നതുപോലെയും പ്രാർത്ഥന ആത്മാവിന് എന്നതുപോലെയുമാണ് വായന മനസ്സിന്. നാം വായിക്കുന്ന ഒരു പുസ്തകമായി തന്നെ തീരുന്നു. നമ്മുടെ 5ാം പരിശീലനമായ വായന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും പരിവർത്തിപ്പിക്കുന്ന അതിവേഗ വഴിയാണ്. ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും പത്തരമാറ്റ വിജയം കൈവരിക്കുന്നതിന് ഉതകുന്ന അറിവും ആശയങ്ങളും തന്ത്രങ്ങളും നേടുന്നതിനുള്ള എളുപ്പമാർഗം ഒന്നേയുള്ളൂ: റീഡിംഗ്. വിദഗ്ധരിൽ നിന്ന് പഠിക്കുക എന്നതാണ് അതിൻ്റെ സീക്രട്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതോടകം നേടിയവരിൽ നിന്ന് അതിനുള്ള വഴി അറിയുക. സമയം നിങ്ങൾ പാഴാക്കാതിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടാനുള്ള എളുപ്പവഴി അത് അതിനോടകം നേടിയവരെ മാതൃകയാക്കുക എന്നതാണ്. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും എണ്ണമറ്റ പുസ്തകങ്ങൾ ലഭ്യമാണെന്നിരിക്കെ ദിവസേന കുറച്ച് സമയം വായനയ്ക്കായി നീക്കിവെച്ചാൽ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റാത്ത അറിവുകൾ ഒന്നും ഉണ്ടാകില്ല. അതിസമർത്ഥരുടെ അത്യപൂർവ വിജയം കൈവരിച്ച പ്രഗത്ഭരുടെ പക്കൽ നിന്നുള്ള അതിരില്ലാത്ത അറിവിൻ്റെ പരിധികളില്ലാത്ത വളർച്ചയും ജീവിത വിജയം വാഗ്ദാനം ചെയ്യുന്ന അതിഗംഭീര ആശയങ്ങളുടെ അക്ഷയഖനിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹിക്കുന്നു അതൊക്കെ കൈവരിക്കുന്നതിന് സഹായിക്കുന്ന എണ്ണമറ്റ പുസ്തകങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ലഭ്യമാണ്. അതായത് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണമെങ്കിൽ, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണമെങ്കിൽ, ആശയവിനിമയത്തിനും വശീകരണത്തിനുമുള്ള കഴിവ് വർദ്ധിപ്പിക്കണമെങ്കിൽ, സമ്പന്നനാവുന്നത് എങ്ങനെയെന്ന് പഠിക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയും മെച്ചപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിനുള്ള പുസ്തകങ്ങൾ ഇന്ന് ലഭ്യമാണ്. ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് ഈസിയായി അത് ലഭിക്കും. ദിവസം ഒരു 10 പേജ് വായിക്കണം എന്നാണ് ഇവിടെ ശുപാർശ ചെയ്യുന്നത്. അതായത് തുടക്കമെന്ന നിലയിൽ വായനയുടെ രസം ഇതുവരെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ 5 പേജായാലും മതി. ഒരു ദിവസം 10 പുറം വായിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടവും സംഭവിക്കില്ല. പക്ഷേ അത് പുതിയൊരു നിങ്ങളെ തന്നെ സൃഷ്ടിച്ചിരിക്കും. സാവകാശമാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ 15-30 മിനിറ്റാണ് എടുക്കുക. ദിവസം 10 പേജ് എന്നാൽ വർഷം നിങ്ങൾ 3650 പേജ്. 200 പേജ് വരുന്ന ഏതാണ്ട് 18 പുസ്തകങ്ങൾ 12 മാസത്തിനുള്ളിൽ 18 സ്വയം സഹായ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന നിങ്ങൾ തീർച്ചയായും അറിവും കഴിവും ആത്മവിശ്വാസവുമുള്ള ആളായി തന്നെ മാറും. അതിലൊരു സംശയമില്ല. വായനയെക്കുറിച്ച് ചില അധിക ചിന്തകൾ കൂടി ഞാനിവിടെ പറയാം. ഫലം മനസ്സിൽ വെച്ച് തുടങ്ങുക. ഓരോ ദിവസവും വായന തുടങ്ങും മുൻപ് എന്തുകൊണ്ട് ഈ പുസ്തകം വായിക്കുന്നു, ഇത് വായിക്കുന്നതിൽ നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത് എന്ന് സ്വയം നിങ്ങൾ തന്നെ ആരായുക. അതിൻ്റെ മറുപടി മനസ്സിൽ കരുതുക. ഈ പുസ്തകം വായിക്കുന്നതിൽ നിന്ന് എന്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് അതിപ്പോഴേ നിങ്ങൾ പരിശീലിക്കുക. ഇത് പൂർത്തിയാക്കുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടോ? അതിലേക്ക് ഉപരിയായി നിങ്ങൾ പഠിച്ചത് നടപ്പാക്കുമെന്ന് നിങ്ങൾ 30 ദിവസം കൊണ്ട് ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള മിറക്കിൾ മോർണിംഗ് എന്ന ബുക്ക് ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് നടപ്പാക്കുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം പരിശോധിക്കുക. പുസ്തകത്തിൻ്റെ പേജുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങളുടെ അടിയിൽ നിങ്ങൾക്ക് വരച്ചിടാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നോട്ട്ബുക്കിൽ അതിൻ്റെ പോയിൻറ്റ്സൊക്കെ എഴുതിയിടാം. മികച്ച വ്യക്തിത്വ വികാസ ഗ്രന്ഥങ്ങൾ ആവർത്തിച്ച് വായിക്കാൻ ഇവിടെ ശുപാർശ ചെയ്യുന്നുണ്ട്. ഒരു പുസ്തകം ഒരാവർത്തി വായിച്ച് മുഴുവനായി ഗ്രഹിക്കുക മിക്കവാറും സാധ്യമല്ല. ഏതൊരു മേഖലയിലും പ്രാവീണ്യം കൈവരിക്കുന്നതിന് ആവർത്തിച്ച് വീണ്ടും ഒന്ന് വായിക്കേണ്ടതുണ്ട്. ആശയങ്ങളും പദ്ധതികളും തന്ത്രങ്ങളും വീണ്ടും പഠിച്ച് അവ ഉപബോധ മനസ്സിൽ നിങ്ങൾ ഉറപ്പിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നുള്ള വഴികളുണ്ടെന്ന് നിങ്ങൾ വായിച്ചറിഞ്ഞ പുസ്തകം വീണ്ടും വായിക്കുന്നത് അതിൽ പ്രാവീണ്യം നേടുന്നതിന് മുൻപ് പുതിയൊരു പുസ്തകം വായിക്കുന്നതിനേക്കാൾ ഏറെ നിങ്ങൾക്ക് ഗുണം ചെയ്യും. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൽ കോപ്പി ചെയ്യുക തന്നെ ചെയ്യും. വായന നമ്മളുടെ ഒരു ശീലമാക്കി തന്നെ മാറ്റുക. ദിവസം ഒരു 5 പേജെങ്കിലും നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. തീർച്ചയായും നമ്മളുടെ ലൈഫിന് ഒരു അപ്ഡേഷൻ വരുന്നതാണ്. നമ്മുടെ ലൈഫ് എപ്പോഴും ഒരേ ലെവലിൽ പോകുന്നതിന് പകരം തീർച്ചയായും നിങ്ങളൊരു 5 പേജെങ്കിലും വായിച്ചു തുടങ്ങുമ്പോൾ ലൈഫിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നിങ്ങൾ എത്തുന്നതായിരിക്കും. നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ അപാര ശക്തി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രാക്ടീസുകളൊന്നും നമ്മൾ മുടക്കില്ലെന്നുള്ളത് സത്യമാണ്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് തന്നെ കരുതുന്നു. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേരുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. ബൈ ബൈ, ടേക്ക് കെയർ.